Hello. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. അപ്പോൾ നിങ്ങള് മിസ്റ്റേഴ്സിന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ? ഹലോ. ഭയങ്കര മഴയാ, കറണ്ടൊക്കെ പോയിരിക്കുക. എന്നാലും നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ അത് മാറിക്കോളും. ഇവിടെയും ഉണ്ട്, നല്ല മഴ തന്നെയാണ്. ഇന്നെന്തോ മൊത്തത്തില് എല്ലായിടത്തും മഴയാന്ന് തോന്നുന്നു. ഓക്കെ, ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ ഇന്ന് ചാപ്റ്റർ 30 ഫസ്റ്റ് ഒരു മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. മാം പഠിപ്പിക്കുമ്പോഴേ ഇടയ്ക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് ലോ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് ചില വാക്കുകളൊന്നും കേൾക്കുന്നില്ല പഠിപ്പിക്കുമ്പോഴേ. ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം. ഓക്കെ മാം, താങ്ക് യു. അപ്പം എന്തായാലും ഇന്നത്തെ ചാപ്റ്റർ നമ്മുടെ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ആണ്. എല്ലാവരുടെ കയ്യിലില്ലേ? അതിന്റെ PDF ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എടുത്തു വെക്കാം. ദെൻ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ പരിപാടി ഉണ്ട്. അതായത് ലാസ്റ്റ് ഒരു 10 minutes നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് തരാം കേട്ടോ. അതുവരേക്കും ഞാനൊന്ന് മ്യൂട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻട്രോ പറഞ്ഞു തരുന്നതനുസരിച്ച്, അതായത് മാനേജ്മെന്റ് വില്ലേജ് വേസ്റ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോ നമുക്ക് അറിയാം, ഹോസ്പിറ്റലാവുന്ന ഒരുപാട് വേസ്റ്റുകൾ വരും അല്ലെ? സാധാരണ ഒരു സ്ഥാപനങ്ങളിൽ പോലെയല്ല, ഹോസ്പിറ്റലാവുമ്പോൾ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും. അപ്പൊ ആ വേസ്റ്റുകളിൽ കൂടെ നമുക്ക് രോഗാണുക്കളെല്ലാം മറ്റ് പേഷ്യൻസിനെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയോ നഴ്സുമാരോ അങ്ങനെ എല്ലാവരെയും അത് എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ വേസ്റ്റുകളെല്ലാം പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണിത്. ഹോസ്പിറ്റലിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് ആ വേസ്റ്റുകളെ എടുത്തു പറയേണ്ട ഒരു മേഖല ആയതുകൊണ്ടാണ് ഒരു വില്ലേജ് വേസ്റ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കോട് കൂടി ഈ ചാപ്റ്റർ നിങ്ങൾക്കായിട്ട് എടുക്കുന്നത്. അപ്പൊ നോക്കാം, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. നമുക്ക് അതിലേക്ക് എന്താ പറയുക, ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ ഡീറ്റെയിൽ മനസ്സിലാവും. തുടങ്ങാം. Any item or a material that has spilled or taken from its designated container or place is referred to as spillage waste. അതായത് എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും കണ്ടെയ്നർ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിൽ വഴിയൊക്കെ നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിറഞ്ഞ് കവിഞ്ഞ് ചിലപ്പോൾ പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബോള് അങ്ങനെയൊക്കെ വന്ന് ആ വേസ്റ്റ് നമുക്ക് എന്താ പറയുക വിചാരിച്ച കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇവിടെ സ്പില്ലേജ് വേസ്റ്റ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഹോസ്പിറ്റൽസ്, laboratories, industrial facilities and homes are just a few places where this kind of garbages can be found. ഇത് പ്രധാനമായിട്ടും വരുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലില്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും ഇങ്ങനെ വേസ്റ്റുകൾ വരുന്നത് ലബോറട്ടറീസിലൊക്കെ ആയിരിക്കും. പിന്നെ ഇത് മൊത്തത്തില് ഇൻഡസ്ട്രിയിൽ, ഇപ്പം നമുക്കറിയാം ചില ഫാക്ടറികളിലും കമ്പനികളിലൊക്കെ ചില കെമിക്കൽസും അതും ഇതൊക്കെ ആയിട്ട് എന്താ പറയുക എന്തെങ്കിലും ഡിസീസസ് വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ലീക്ക് ഔട്ട് ആവാറുണ്ട്. അത് തന്നെ പറയുന്നത് പ്ലേസ് വേർ ദിസ് കൈൻഡ് ഓഫ് ഗാർബേജ് ക്യാൻ ബി ഫൗണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കണ്ടെത്തുന്നത്. Then spillage waste in a hospital may consist of blood, body fluid, chemicals or other potentially dangerous substances. അപ്പോ അതായത് നമ്മള് സാധാരണയായിട്ട് സ്പില്ലേജ് വേസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് എന്താ? ബ്ലഡ്, നമ്മളിപ്പോ ബ്ലഡ് ഒക്കെ എന്താ പറയുക എന്തെങ്കിലും ബ്ലഡ് നിർണയത്തിന് കൊടുത്തിട്ട് അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് അല്ലെ, കഫോ അല്ലെങ്കിൽ യൂറിനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോഴും കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ്, കെമിക്കൽസും ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലാവുമ്പോൾ ചില ചെറിയ തോതിലുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവര് ആ രോഗത്തിനെ എന്താ പറയുക നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽസ് ഒക്കെ ചെറിയ അളവിലൊക്കെ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട് അല്ലെ, എന്തെങ്കിലും കൊടുക്കാറുണ്ട്.
അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽസും ഇതൊക്കെ ചെറിയതായിട്ട് ലീക്ക് ഔട്ട് ആയാൽ മാത്രം മതി വലിയ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട്. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ ഇത് വരുന്നത് എവിടെയൊക്കെ ബ്ലഡിൽ ഉണ്ടാവാം, ദെൻ ഫ്ലൂയിഡിൽ ഉണ്ടാവും കെമിക്കൽസ്, അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ്, അതിലെല്ലാമാണ് സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇതിന്റെ സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ള ഒരു മീനിങ് നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. അതായത് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് സാധാരണയായിട്ട് വേസ്റ്റ്, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് വരും, പക്ഷെ ഹോസ്പിറ്റലിലെ വേസ്റ്റ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ് അല്ലെ, രോഗം വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വേസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ബോട്ടിലെല്ലാം കൃത്യതയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് മാറ്റുമ്പോൾ അങ്ങനെയല്ല, പിന്നെ ലേബറിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ലബോറട്ടറിയിലേക്ക് ടെസ്റ്റിന് അയക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ പേഷ്യന്റിനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടേഴ്സ് തന്നെ പരിശോധിക്കുമ്പോൾ എപ്പോഴും ഈ വേസ്റ്റുകള് പുറത്തേക്ക് വരാം അല്ലെ. അങ്ങനെ വരുന്ന സാധ്യതകള് അത് ആ വേസ്റ്റുകള് ചിലപ്പോ ബ്ലഡ് ആവാം, ചിലപ്പോ എന്തെങ്കിലും ഫ്ലൂയിഡ് ആവാം, ചിലപ്പോ എന്തെങ്കിലും രോഗാണുക്കൾ വഹിക്കാവുന്ന സാധ്യതയുള്ള വസ്തുക്കൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞ സ്പില്ലേജ് വേസ്റ്റ്. അതായത് കണ്ടെയ്നറിൽ നിന്ന് തുളുമ്പി പോവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹോള് വഴി അത് ശരിക്കും പുറത്തേക്ക് ചാടുകയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെല്ലാം കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അതാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സാധ്യമായ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാബോറട്ടറിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കെയർ ചെയ്യണം അല്ലെ. അതിൽ നിന്നും എന്തെങ്കിലും ഒരു മിസ്യൂസ് വഴി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് പോയാൽ താഴേക്ക് ഒന്ന് ചെറുതായിട്ട് സ്പോട്ട് വീണാൽ തന്നെ മതി അണുക്കള് ചിലപ്പോ അവിടെ എല്ലാം വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിരിക്കണം ഇവിടെ ഹോസ്പിറ്റലിൽ. ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫാക്ടറീസിലോ അല്ലെങ്കിൽ കമ്പനികളിലെല്ലാം ഇത് സാധ്യതയുണ്ട്, ഇത്തരം വേസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ഇത് എടുക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന വേസ്റ്റിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അത്യാവശ്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇൻട്രോ ആയിട്ടേ ഉള്ളൂ. ആരോ ഒന്നും കൂടി ക്ലിയർ ഔട്ട് ചെയ്യണമെന്ന് എന്തോ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞത്. കേണോ? ഞാൻ താഴേക്ക് പോവുക, അപ്പൊ നിങ്ങൾക്ക് നോക്കിയത് നെക്സ്റ്റ്. അപ്പോ ഈ പാരഗ്രാഫിൽ വെറുതെ ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. അതായത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, കെമിക്കൽസ് ഇതെല്ലാം 31st ചാപ്റ്റർ തന്നെയാണ്. അപ്പോ ഈ ചാപ്റ്ററിലാണ് 31st ചാപ്റ്റർ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പോ അതാണ് നമ്മളിപ്പോ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തത്. സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ ഇത്ര നേരം ഫ്രണ്ട് ഓഫീസാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. നമ്മള് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഇതിലേക്കായിരുന്നു നമ്മുടെ വ്യൂ മുഴുവനും അല്ലെ, മൈൻഡ് മുഴുവൻ അതായിരുന്നു ഞാൻ എടുത്തിരുന്നത്. പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലെ വേസ്റ്റ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലായി പോകാനായിട്ട് സാധിക്കും. അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കിടക്കാം. ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു protect the health and the protection of people and the environment. ജെന്യുവൻ മാനേജ്മെന്റ് ക്വിക്കായിട്ട് നമ്മൾ നല്ല കൃത്യമായ മാനേജ്മെന്റ് ചെയ്യണം അല്ലെ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സ്പ്രെഡിങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രോഗികൾക്കും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും നഴ്സിനും ഒപ്പം തന്നെ ചിലപ്പോ എൻവയൺമെന്റിന് പോലും അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അത് നല്ല മാനേജ്മെന്റ് പവറോട് കൂടിയിട്ടായിരിക്കണം ഈ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് പറയുന്നത് ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെന്റ്. അത് ജനങ്ങളെയും എൻവയോൺമെന്റിനെയും പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം ഈ ലീക്കേജ് വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. In hospitals, leakage waste can cause a risk of infection to healthcare workers and patients, as well as the prospects for the spread of diseases. ഇതിൽ പറയുന്നത് ഈ ലീക്കേജ് എന്ന് പറയുന്നത് ആർക്കൊക്കെ റീസൺ കോസ് ആവാം, കാരണം എന്ത് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ആർക്കൊക്കെ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനാവാം, ചിലപ്പോൾ പേഷ്യൻസിനാവാം, ആസ് വെൽ ആസ് ദ പ്രോസ്പെക്ട്സ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. അവർക്കെല്ലാം എന്താ രോഗങ്ങൾ വരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് അല്ലെ. ലീക്കേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ബ്ലഡിൽ നിന്നുള്ള അണുക്കൾ സ്പ്രെഡ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ യൂറിൻ നിന്നും എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കളക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രെഡ് ആയിട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും. എന്തും ഇപ്പോ
ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് എല്ലാം ചിലപ്പോ നമ്മളിതൊന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെർക്കുറി അല്ലെ, അതിലൊരു ചെറിയ നിശ്ചിത മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതൊരു ചെറിയൊരു നമ്മുടെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് അതൊന്ന് ലീക്ക് ഔട്ട് ആവുന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ. ഇത് കെമിക്കൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ അതുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ അതുപോലെ തന്നെ എന്ത് കാര്യം ചില എക്യുപ്മെന്റ്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. അത് എന്തെങ്കിലും നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ സിസേഴ്സ് എന്തെങ്കിലും ഷാർപ്പ് വെച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡേഞ്ചറസ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ threaten the environment if not managed in a proper manner. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഡേഞ്ചറസ് ലീക്കേജ് പെട്ടെന്ന് വരുന്ന ഈ ലീക്കേജുകളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അപ്പൊ അത് അപകട സൂചകമായ ഒരു സംഭവമാണ്. ത്രെട്ടൻ ദ എൻവയൺമെന്റ്, എൻവയൺമെന്റിന് തന്നെ വളരെ അപകടകരമായ സാധ്യതയാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ട് പ്രോപ്പർ മാനറിൽ കൈകാര്യം ചെയ്യണം. ഓക്കെ, എന്തോ ഒരു വേർഡ് ഇവിടെ ഇത് പോയായിരുന്നു, ഞാൻ നോട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അത് പോയി. അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഇവിടെ മെസ്സേജ് അയച്ചായിരുന്നോ? സ്കിൻ ഇൻഫെക്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ജെന്യുവൻ മാനേജ്മെന്റ് ലീക്കേജ് വേസ്റ്റിന് ഇമ്പോർട്ടന്റ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ പീപ്പിൾ ആൻഡ് എൻവയൺമെന്റ്. ഞാൻ പറഞ്ഞു നേരത്തെ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൈകാര്യം ചെയ്യേണ്ടി വരും. Then in hospital leakage waste can cause a risk of infection to health workers, patients as well as the prospects for the spread diseases. അതായത് സ്ക്രീൻ കാണുന്നില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? നിങ്ങൾക്ക് ആർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻ എങ്ങനെയാ വിസിബിൾ അല്ലേ? ഇവിടെ ഒരാള് സ്ക്രീൻ കാണാമെന്ന് പറയുന്നുണ്ട്, ഒരുപാട് പേര് കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർക്കാണാവോ വിസിബിൾ അല്ലാതെ എന്ന് പറയുന്നത് അറിയില്ല. ഓക്കെ, മെസ്സേജ് ഒന്ന് നിർത്തിക്കോട്ടോ. എനിക്ക് കുറെ പോണു, മിക്കവാറും എല്ലാവർക്കും കാണാൻ തന്നെയാ പറയുന്നത്. സ്ക്രീൻ ഇത്തിരി കൂടി ഇപ്പൊ ഓക്കെ ആണോ? വിസിബിൾ ആണെങ്കിൽ ചെറിയതായിട്ടുള്ള ഒരു മാർച്ചിനൊരു ഇത്തിരി കയറി കിടക്കായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്നറിയില്ല, ചിലപ്പോ അതായിരിക്കും. അപ്പൊ എനിവേ ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, എന്നാ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ലീക്കേജ് വേസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ആസ് വെൽ ആസ് പ്രോസ്പെക്ട്സ് ഫോർ ദ സ്പ്രെഡ് ഡിസീസസ്. ഇത് ആവാം, എന്ത് ഡിസീസിന് പ്രധാനമായിട്ടുള്ള കാരണം ഹേതുവാവാം എന്ന് പറയാണ്. ഡിസൈഡ് ഡേഞ്ചറസ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ ത്രെട്ടൻ ദ എൻവയൺമെന്റ് ഇഫ് നോട്ട് മാനേജ്ഡ് ഇൻ എ പ്രോപ്പർ മാനർ. നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ എന്താ, ഇത് എൻവയൺമെന്റിനെ തന്നെ അപകടകരമായ രീതിയിൽ, ത്രെട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകരമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യും, എൻവയൺമെന്റിനെ കാര്യമായി ബാധിക്കും. Then എന്താ പറയുക, to successfully manage leakage waste in the hospitals, it is necessary to have a leakage response plan in place, provide an appropriate equipment for leakage response, train staff on leakage response procedures, use apt containment materials, and properly discard the waste in accordance with the local regulations and hospital policies. Okay, ഇതൊരു വലിയ സെന്റൻസ് ആണ്. എനിവേ നമുക്കൊന്ന് പതിയെ നോക്കാം. To successfully manage leakage waste in hospital, അതായത് നല്ല രീതിയിൽ ഈ ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, മാനേജ് ചെയ്തില്ലെങ്കിൽ, ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. ഇതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഇതിപ്പോ നമ്മള് എന്താ പറയുക, മീനിങ് വായിച്ച് പോണേക്കാൾ മുമ്പ് ഞാനൊരു ഇൻട്രോ തരുന്നതാണ്. അതായത് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം എന്ന് നേരത്തെ കൂട്ടി ശരിക്കും മാനേജ്മെന്റ് ആണല്ലോ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. ഒരു മാനേജ്മെന്റ് അത് പ്ലാൻ ചെയ്യും അല്ലെ, ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ അത്തരത്തിലുള്ള പ്ലാൻ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ലീക്കേജ് ഈവൻ വന്നാൽ എന്തൊക്കെ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ലീക്കേജസ് വരാം, അങ്ങനെ ഒരുപാട് എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ഈ ക്ലാസ് മൊത്തം അത് തന്നെയാ പറയുന്നത്. എന്തൊക്കെ രീതിയിൽ വരാം, എങ്ങനെയൊക്കെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാം, ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാം, അങ്ങനെ ഓരോരോ. പിന്നെ
ഓരോ സെപ്പറേറ്റ് വിങ്ങിലും എന്തൊക്കെ രീതിയിൽ വരാം, അങ്ങനെയൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ലീക്കേജിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയും അതെങ്ങനെ റിമൂവ് ചെയ്യാം, ഈവൻ എങ്ങനെങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകള്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറയാണ്, ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും ഇൻ ദ പ്ലേസ്, ആ പ്ലേസിൽ അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാവും. പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് എക്യുപ്മെന്റ്സ് ഫോർ ലീക്കേജ് റെസ്പോൺസ്. അതുമായി ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്, അപ്രോപ്രിയേറ്റ് എക്യുപ്മെന്റ്സ് അല്ലെ, എവിടെയാണ് ലീക്കേജ് വന്നത്, അപ്പോ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ലീക്കേജ് വരുമ്പോൾ അതിന് റെമഡികളായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പോ ഫ്ലൂയിഡ് ആണോ വീണത്, അല്ലെങ്കിൽ ബ്ലഡ് ആണോ ഇത്തിരി പോയേക്കുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ സംഭവം ഒരു കെമിക്കലാണോ പോയത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനെ റിമൂവ് ചെയ്യാൻ ഓരോ സംഭവത്തിനും ഓരോ ഇതുകളായിരിക്കും അല്ലെ. കെമിക്കലാണ് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പൊ അതിന് റെമഡിയൽ ആക്ഷൻ എടുക്കാൻ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും വളരെ എന്താ പറയുക മൊത്തത്തിൽ ഒന്ന് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും അതിനെ സക്ക് ചെയ്ത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളെല്ലാം അവർ കൊടുക്കും. ചിലപ്പോൾ നമ്മളത് നിത്യേന കാണുന്ന മാതിരി എന്താണ് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ മാസ്ക് ഇട്ടുണ്ടാവും, പിന്നെ അത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ അത്തരത്തിലുള്ള പ്ലാനുകളാണ് ഇങ്ങനത്തെ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, it is necessary to have leakage response plan in place. Provide an appropriate equipment leakage response. അതിനെ ലീക്ക് ചെയ്തതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ലീക്ക് ഔട്ട് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് അപ്രോപ്രിയേറ്റ് എക്യുപ്മെന്റ് ഫോർ ലീക്കേജ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിൻ സ്റ്റാഫ് ഓൺ ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയർ. ഇതിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടേക്ക് ചെന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എല്ലാവർക്കും പോയി അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പേഴ്സൺസ് ആണ് അതെല്ലാം ചെയ്യുന്നത്. ഞാൻ യൂസ് ആക്ട് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് പ്രോപ്പർലി ഡിസ്കാർഡ് ദ വേസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. അതായത് എന്ത് കാര്യമാണെങ്കിലും ഹോസ്പിറ്റലിന് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ടാവും അല്ലെ, നിയമ നടപടികൾ ഉണ്ടാവും. ഇത് ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണമെന്ന് അവർക്ക് ഒരു നിശ്ചിതമായ ഒരു ഐഡിയാസ് ഉണ്ടാവും. അവരുടെ റെഗുലേഷൻസും നിയന്ത്രണങ്ങളും അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഇതെല്ലാം എന്താ പറയുക ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ, എന്തായി എല്ലാവരും? ലാസ്റ്റ് ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും സൈലന്റ് ആയി, ഓർക്കൊക്കെ വന്നു തുടങ്ങിയ ക്ലിയർ ആയി? ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. റിസ്ക് ആൻഡ് നിങ്ങൾ ഡൗട്ടൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. നമുക്ക് ലാസ്റ്റ് 10 minutes നോക്കാം. Then risk and hazards associated with the spillage waste. അപ്പൊ ഈ അപകടകരമായ രീതികളില് അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത്രയും റിസ്കുകൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് ഇപ്പൊ ഇങ്ങനെ വേസ്റ്റ് സംഭവിച്ചാല് എന്തൊക്കെ റിസ്ക് വരാം, ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ വേസ്റ്റ് സംഭവിച്ചാൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപകടം വരുന്നത് നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. Here are some of risk and hazards associated with the spillage waste. സ്പില്ലേജ് വേസ്റ്റ് മൂലമുള്ള അപകട സാധ്യതകളാണ് ഇപ്പൊ താഴെ പറയുന്നത്. നോക്കാം. ഇൻഫെക്ഷൻ നമുക്കറിയാം. ഇൻഫെക്ഷൻ വരും എന്നുള്ളത് നമ്മൾ കേട്ടപ്പോ തന്നെ മനസ്സിലായി അല്ലെ. നമ്മള് സാധാരണ വ്യക്തികളോട് നമുക്കറിയാം ഇത്തരത്തിലുള്ള ബ്ലഡും അണുബാധയൊക്കെ സ്പ്രെഡ് ചെയ്താൽ എന്തായാലും ഇൻഫെക്ഷൻ വരും അല്ലെ. അപ്പൊ നോക്കാം. ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ക്യാൻ സ്പ്രെഡ് ദ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് സച്ച് ആസ് HIV, hepatitis B and C and other blood-borne pathogens, health care pathogens. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഇങ്ങനത്തെയുള്ള ലീക്കേജ് കൊണ്ട് ബ്ലഡിൽ നിന്നൊക്കെ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ സംഭവിച്ചാല് എന്താ തരത്തിലുള്ള ഡിസീസസ് വരാം. HIV പോലെയുള്ള അല്ലെ. ബ്ലഡ് നമുക്കറിയാം HIV എപ്പോഴും പകരുന്നത് ബ്ലഡിൽ കൂടെയൊക്കെയാണ്. അപ്പൊ അല്ലെ, അപ്പൊ ആ ബ്ലഡ് എന്തെങ്കിലും അത്രയും അണുബാധയുള്ള ബ്ലഡുകൾ എന്തെങ്കിലും ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴും നല്ല കെയർഫുൾ അല്ലാതെ ആ സിറിഞ്ചുകളൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം, അതിന്റെ അണുബാധകൾ പകരാനായിട്ട് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് B and C and other നമുക്കറിയാം മഞ്ഞപ്പിത്തം അതെല്ലാം വരും. ആൻഡ് അതർ ബ്ലഡ് ബോൺ പാത്തജൻസ്, അതായത് മറ്റ്
രോഗങ്ങളെല്ലാം വരാനായിട്ട്, ബ്ലഡുമായി ബന്ധപ്പെട്ട പകരുന്ന അസുഖങ്ങളെല്ലാം ബ്ലഡ് ലീക്കേജ് കൊണ്ട് നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് who engage with the polluted items are at the risk of getting sick. അത് തന്നെ പറയുന്നത്, അത് സാധാരണയായിട്ട് പേഷ്യൻസിന് മാത്രമല്ല ഹെൽത്ത് കെയർ സ്റ്റാഫിനും ഒപ്പം തന്നെ ബാധിക്കാവുന്നതാണ്. ഈ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഐറ്റംസ് വഴി അത് അത്രയും കെയർ അല്ലാതെ കൈകാര്യം ചെയ്താൽ എന്തെങ്കിലും സ്പില്ലേജോ വേസ്റ്റുകളുടെ എന്തെങ്കിലും ഒരു ചെറിയത് മതി അല്ലെ, ചെറുത് മതി, പക്ഷെ അത് രോഗബാധിതനായി തീരാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവർക്കും അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, ഇങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽ എക്സ്പോഷർ. അവിടെ എന്റെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് ചോദിച്ച വ്യക്തി എങ്ങനെയാ, ഓക്കെ ആണോ? ഈ ക്ലാസ്സിൽ എന്റെ സൗണ്ട് എങ്ങാനും നിന്ന് പോകുന്നുണ്ടോ, പറഞ്ഞു പോകുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ ആണെന്ന് പറയുന്നത്, ഇല്ല അങ്ങനെ പോകുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ എവിടെ എനിക്കറിയില്ല. ക്ലാസ് എടുക്കുമ്പോ ചിലപ്പോ എന്റെ സ്ലാങ്ങിൽ എന്തെങ്കിലും ഇങ്ങനെ കുഞ്ഞ വേർഡ്സ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ഞാൻ എന്റെ ചിലപ്പോ ഇതൊന്ന് മഴയൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഓൾറെഡി അതിൽ എന്റെ വഴിക്ക് നടക്കും, നമ്മൾ നമ്മുടെ ക്ലാസ്സും കാര്യമുണ്ട്. അപ്പോ എന്തെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ കേൾക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട്, എവിടെയോ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോ സ്ലാങ് ഒന്ന് സൗണ്ട് കുറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ ഓക്കെ ആയി തുടങ്ങിയോന്ന്. നെക്സ്റ്റ് പോയിന്റ്, ഓക്കെ, കെമിക്കൽ എക്സ്പോഷർ നോക്കാം. Leakage of a chemical can expose healthcare staff and patients to toxic substances, which can lead to skin irritation, respiratory problems, or other health issues. അതായത് എന്താ പറയുന്നത്, കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് എന്തെങ്കിലും കെമിക്കൽ അത് ലീക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്ത് വരും, അത് ഇത്തിരി കൂടി അപകടകരമാണ് അല്ലെ. ടോക്സിക് സബ്സ്റ്റൻസ്, അതിൽ നിന്ന് നമുക്ക് എന്താ വിഷപദാർത്ഥങ്ങളായിരിക്കും വരുന്നത് അല്ലെ. നമുക്കറിയാം വലിയ വലിയ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ചില എന്താ പറയുക, ചില മെഡിസിനൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക്, ചില രോഗങ്ങൾക്ക് കുറച്ചളവിൽ ഇത്രയും കെമിക്കൽ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് വിഷം ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടി വരും. വിച്ച് ക്യാൻ ലീഡ് ടു സ്കിൻ ഇറിറ്റേഷൻ. അങ്ങനെ വരുമ്പോ എന്താ മെയിൻ ആയിട്ട് അത് എന്താ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ സ്കിന്നിനാണ്. റെസ്പിറേറ്ററി പ്രോബ്ലംസ്, നമുക്ക് ശ്വസിക്കുന്ന അല്ലെ, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതർ ഹെൽത്ത് ഇഷ്യൂസ്. നമുക്കറിയാലേ ചിലപ്പോ ചില വിഷപദാർത്ഥങ്ങളൊക്കെ ശ്വസിച്ചിട്ട് നമുക്ക് ബോധക്ഷയം വന്നു, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു വാർത്തയാണ് അല്ലെ. അത് കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെ, കെമിക്കലാണ് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്തൊരു എന്താ പറയുക റിസ്ക് എന്ന് പറയുന്നത് കെമിക്കൽ എക്സ്പോഷർ ആണ്. നെക്സ്റ്റ് ഇഞ്ചുറി നമുക്കറിയാം അല്ലെ, മുറിവുകളെല്ലാം എല്ലാവർക്കും മുറിവുകൾ എന്തെങ്കിലും വഴി, ഇപ്പോ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സിസേഴ്സ് എന്തെങ്കിലുമൊക്കെ വഴി ചിലപ്പോ അറിയാതെ ആണെങ്കിലും ഒരു ചെറിയ മുറിവൊക്കെ സംഭവിക്കും. ഈ മുറിവുകളിലൂടെ പെട്ടെന്ന് അണുക്കൾക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും മുറിവുകളൊക്കെ പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർക്ക് അവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത്തരം മുറിവുകൾ സംഭവിക്കാം അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് വഴി. അങ്ങനെ എക്യുപ്മെന്റ്സ് വഴി മുറിവ് സംഭവിക്കുന്നിടത്ത് ഈ ലീക്കേജുകളെല്ലാം എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ, ലീക്കേജിൽ കൂടെ എന്തെങ്കിലും അണുക്കൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മുറിവിൽ കൂടെ പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അണുക്കൾ പെട്ടെന്ന് അവരെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ്, റേഡിയേഷൻ എക്സ്പോഷർ നോക്കാം. റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ്? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് and patients to ionizing radiation, which can cause radiation illness, cancer, or other health issues. Okay, injury. Okay, leakage of sharps can
endanger both the healthcare staff and patients, increasing the risk of puncture woundness and the possibility of blood-borne pathogens. അതായത് ബ്ലഡിൽ കൂടെ മുറിവുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇഞ്ചുറീസ് ഒക്കെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മുറിവുകൾ എന്തെങ്കിലും സംഭവിച്ച ബ്ലഡിൽ കൂടെ എന്ത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ, അത് പേഷ്യൻസിന്റെ മാത്രമല്ല സ്റ്റാഫിനും അവിടെയുള്ള ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ ആർക്ക് വേണമെങ്കിലും അത് സാധ്യതയുണ്ട്. എന്ത് ഈ ലീക്കേജ് വേസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടാവുകയും പെട്ടെന്ന് എന്തെങ്കിലും മുറിവുകൾ സംഭവിക്കുകയും ചെയ്താൽ എന്താണ്, അല്ലെങ്കിൽ നിലവിലുള്ള മുറിവുകളൊക്കെ കാണിക്കാനായിട്ട് ചിലപ്പോൾ പേഷ്യൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇവിടെ ഓൾറെഡി ഇങ്ങനൊരു വേസ്റ്റുകളിൽ നിന്നും അണുക്കൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മുറിവിൽ കൂടെ അവർക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡിൽ കൂടെ പാസ് ചെയ്ത് രോഗം അവിടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെയാണോ? ഇൻഷുറി മനസ്സിലായോ? Then radiation exposure, leakage, okay. Leakage of a radioactive material can expose healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. നമുക്കറിയാം ചില റേഡിയേഷൻ കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരാം അല്ലെ, ക്യാൻസർ പേഷ്യന്റിനൊക്കെ. അപ്പൊ ആ റേഡിയേഷൻ കൊടുക്കണമെങ്കിൽ ഒരു നിശ്ചിത അളവിലാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഇൻ കേസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും റേഡിയേഷൻസ് ഒക്കെ ലീക്കേജ് ഒരു ചെറിയ നമുക്കറിയാം ഒന്നിച്ചൊന്നും ആയിരിക്കും ഈ സ്പ്രെഡ് ചെയ്യേണ്ടത്, പക്ഷെ വളരെ ചെറിയ തോതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ പോയാൽ അത് ഒന്ന് സ്പില്ലേജ് എന്തെങ്കിലും സാധ്യത കൊണ്ട്, ഒരു ചെറിയ ഹോൾ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് റേഡിയേഷൻ മറ്റുള്ളവർക്ക് എഫക്റ്റീവായി വരികയാണെങ്കിൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്. വിച്ച് കോസസ് റേഡിയേഷൻ ഇൽനെസ്, അതുമായി ബന്ധപ്പെട്ട ഇൽനെസ് വരും. ക്യാൻസർ ഓർ അതർ ഹെൽത്ത് ഇഷ്യൂസ്, ക്യാൻസർ പോലെയുള്ള പ്രോബ്ലംസ് വരാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എൻവയോൺമെന്റൽ പൊല്യൂഷൻ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അറ്റ്മോസ്ഫിയറിൽ അല്ലെ, നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പൊല്യൂഷൻ. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ് ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. അതായത് നമ്മുടെ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ വായുവിലൂടെയോ മണ്ണിലൊക്കെ ഈ വേസ്റ്റേജ്, അതായത് ഈ എന്താ പറയുക സ്പ്രെഡ് ചെയ്യുന്ന അണുക്കൾ നിറഞ്ഞ വേസ്റ്റുകള് അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സോയിലോ വെള്ളത്തിലോ വായുവിലോ ഒക്കെ വ്യാപരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ എല്ലാം എന്താ എന്താ പറയുക അണുബാധയേക്കുന്ന ഒരു സ്ഥലമായി മാറും അല്ലെ. ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ഇത് ശരിക്കും നമ്മൾ നാച്ചുറലി ചിന്തിച്ചു നോക്കിയാൽ മതി. ചിലരുടെയൊക്കെ നമ്മൾ വാർത്തകളിൽ കേൾക്കാം അല്ലെ, അവിടെ മൊത്തത്തിൽ ആ അറ്റ്മോസ്ഫിയറിൽ മൊത്തത്തിൽ വന്ന സംഭവങ്ങൾ, ഇപ്പൊ ഖാനൊക്കെ നമ്മള് നിത്യേന കേട്ട ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശരീരത്തെ മറ്റുള്ള ആ പരിസരത്തുള്ള വ്യക്തികളെയൊക്കെ അത് ബാധിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് മൊത്തത്തിൽ അവിടുത്തെ സോയിലിനെ വാട്ടറിനെ എയറിനെ ഒക്കെ ബാധിക്കും. അത് എങ്ങനെ ലോങ് ടേം റിസൾട്ട് ആയിരിക്കും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അതിന്റെ ആ ഒരു റിസൾട്ട് തീരില്ല അല്ലെ. അതിന്റെ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊന്നും പെട്ടെന്നൊന്നും തീരില്ല. അതൊക്കെ കുറച്ച് നാളെടുത്തിട്ടേക്ക് എന്താ പറയാ റിമൂവ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ എൻവയോൺമെന്റൽ പൊല്യൂഷനും എന്താണ് ഈ വേസ്റ്റേജിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് ആണത്, ഹസാർഡ്സ് ആണ്, അതായത് അപകടകരമായ സാധ്യതകളാണ്. ഈ ഹോസ്പിറ്റലിന്റെ വേസ്റ്റിൽ നിന്ന് വരാവുന്ന അപകടകരമായ ഒരു സാധ്യതകളാണ് എൻവയോൺമെന്റൽ പൊല്യൂഷനും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇൻജുറി, റേഡിയേഷൻ എക്സ്പോഷർ. അപ്പോ ഇത് തന്നെയാണ് അത്യാവശ്യം എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നതാണ്. നിങ്ങളൊന്നും കൂടി ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നോക്കാം, ഞാൻ നിങ്ങൾക്ക് താഴേക്ക് പോകാൻ തന്നെ അവസാനത്തെ ടൈമിൽ ഞാൻ തരാം. ഒന്നും കൂടിയുണ്ട്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിൽ വരുന്ന വേറൊരു റിസ്ക് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് handling and disposal of a leakage waste may cause in a legal and financial liability for hospital and healthcare organization. അതായത്
നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് മൊത്തത്തില്, അതായത് ഹോസ്പിറ്റല് വഴി എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, അതായത് നമ്മളുടെ വേസ്റ്റിന്റെ ഹാൻഡിലിംഗ് എല്ലാം കറക്റ്റ് അല്ലാതെ വരും, ഹോസ്പിറ്റലിന്റെ അതെല്ലാം കറക്റ്റ് അല്ലാതെ വരുമ്പോഴേ എന്താ സംഭവിക്കണേ, ഈ ലീക്കേജ് വേസ്റ്റ് പ്രകൃതി അല്ലെ, ആ എൻവയൺമെന്റിനെ, ആ ചുറ്റുവട്ടത്തെ എന്തെങ്കിലും ബാധിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ വന്നു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലുകാരാണ് ഉത്തരവാദികൾ അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നാണ് അങ്ങനെ ഒരു ലീക്ക് ഔട്ട് സംഭവിച്ചെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടാണ് എന്തെങ്കിലും ഡിസീസ് വന്നതെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഫയൽ ചെയ്താൽ പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകാരാണ്. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവര് നിയമപരമായി മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ എന്തെങ്കിലും ഡിസീസസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവരുടെ ചികിത്സ സഹായം, അതായത് പൂർണ്ണമായും അസുഖ ഭേദമാകുന്നത് വരെയുള്ള ചികിത്സാ സഹായം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ ലീക്ക് ഔട്ടുമായി ബന്ധപ്പെട്ട് വന്നതെങ്കിൽ എന്താണ്, ചിലപ്പോ ഇത്രയും വലിയൊരു ലംസം എമൗണ്ട്, കുറച്ച് എമൗണ്ട് ഒക്കെ കൊടുത്ത് ചിലപ്പോ തീർപ്പാക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, നിയമപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇതുമായി ബന്ധപ്പെട്ട് എന്താ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് മേ കോസ് ഇൻ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന് അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു 6 പോയിന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ അല്ലേ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നിങ്ങൾക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സ് വീണ്ടും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തരാം കേട്ടോ. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിലെ ഈ ലീക്കേജ് വേസ്റ്റിന്റെ കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ് ഈ ലീക്കേജ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. Leakage waste can come from several sources in hospitals. Here are some examples of possible sources of leakage waste in hospitals. കുറെ നമുക്കറിയാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എവിടെയൊക്കെയാണ് ഈ ലീക്കേജ് വേസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെ, ഓപ്പറേഷനും സംഭവങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ വേസ്റ്റേജ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് there is a risk of leakage of blood and body fluids അല്ലെ. നമ്മളിൽ നിന്ന് എന്താ പറയാ, ആ ശരിക്കും കൃത്യമായി അത് കൈകാര്യം ചെയ്ത് പോവാൻ പറ്റാതെ വരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ആ ബ്ലഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത്, അതായത് ലീക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഡ്യൂറിങ് സർജറീസ്, ഓപ്പറേഷൻ നടത്തുന്ന സമയങ്ങളിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് സെന്ററിലൊക്കെ എപ്പോഴും ബ്ലഡ് ഇതൊക്കെ അങ്ങോട്ട് കയറ്റിയും എക്സ്ചേഞ്ച് അല്ലെ, ബ്ലഡ് കയറ്റിലും മറക്കലും ഒക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന ഫങ്ഷൻസ് ഒക്കെ. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇത് കൃത്യതയോടെ എത്ര കെയർ ആയിട്ട് ചെയ്താലും ചില സമയത്ത് ഒരു ചെറിയൊരു ലീക്കിംഗ് പ്രോബ്ലം മതി അല്ലെ, ആ അണുക്കള് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കാനുണ്ട്. നമ്മളെപ്പോഴും പറയൂലേ, ഹോസ്പിറ്റലിലെ ഡ്യൂട്ടികളിൽ എപ്പോഴും കെയർഫുൾ ആയിരിക്കും, മറ്റേതെങ്കിലും ഡ്യൂട്ടി പോലെയല്ല. കാരണം നമുക്ക് അണുക്കള് പെട്ടെന്നൊന്ന് വിസിബിൾ ആയിട്ട് പോലും കാണാനായിട്ട് സാധിക്കാത്ത ഒരു സംഭവമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അപ്പോ നിങ്ങൾക്കത് ഞാൻ എടുക്കുന്നത് ഭൂരിഭാഗം പേർക്ക് മനസ്സിലായി പോകുന്നുണ്ട്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോകും ചെറിയ സമയങ്ങൾ നിങ്ങൾക്ക് തരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. മൊത്തത്തിൽ ഞാനൊരു ഇൻട്രോ നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. ഇപ്പൊ ചിലപ്പോ വ്യക്തികൾക്ക് ചിലപ്പോണെങ്കിൽ ഇത് വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാതെ വരിക. എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കണമല്ലോ. ചിലർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചിലർക്ക് ഇത് വായിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലായി പോകുന്നുണ്ടാവും. അതുകൊണ്ട് ആണ് ഞാൻ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് എക്സാമ്പിളും എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ പറയേണ്ടി വരുന്നത്. മെഡിക്കൽ ഇതിൽ താഴേക്ക് നോക്കാം. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഡയാലിസിസ്, there is a risk leakage blood and body fluids.
അപ്പൊ ഇതില് എന്താ പറയുന്നത്, നമ്മള് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത്തരം വേസ്റ്റേജസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ആക്ച്വലി നമ്മളിത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇത് മൊത്തത്തിൽ അവെയർ ചെയ്തിരിക്കണം. മൊത്തത്തിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവെയർ ചെയ്തിരിക്കണം. എവിടെയാണ് നമുക്ക് ഡ്യൂട്ടി കിട്ടുന്നതിനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഈ പ്രിന്റഡ് നോട്ടിൽ നിന്ന് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പോയിന്റുകൾ മാത്രം മനസ്സിലാക്കി പോയാൽ മതിയല്ലോ. എക്സാമിന് ശരിക്കും ഇതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇത് മൊത്തത്തിലുള്ള ഒരു അവലോകനം മാത്രമാണ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാതെ നമുക്ക് അവിടെ ശരിക്കും ഡ്യൂട്ടി നമുക്ക് കിട്ടുന്നത് വലിയ വലിയ പ്രോഗ്രാം ചെയ്യാനൊന്നും നമുക്ക് അവിടെ ഡ്യൂട്ടി കിട്ടില്ല അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് മൊത്തത്തിലുള്ള അവയർനെസ് ആണ് ശരിക്കും വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ടോപ്പിക് ഇങ്ങനെയൊക്കെ എടുത്ത് പോകുന്നത്. ചിലർക്ക് അത് പെട്ടെന്ന് ഇത് വായിച്ചു പോകുമ്പോ അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ഇച്ചിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ആരോരോ കമന്റ് വന്നു ഇതിങ്ങനെ പോയിന്റ് ചെയ്ത് പോയത് പോകുന്നപ്പോ വായിക്കുകയും ആ പോയിന്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ലബോറട്ടറി ടെസ്റ്റിംഗ്. ലബോറട്ടറി ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ക്യാരി ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reacts and other dangerous materials. അതായത് ഹോസ്പിറ്റൽ ലബോറട്ടറികളിലൊക്കെ നമുക്കറിയാം എന്താ, ബ്ലഡ് എല്ലാം എടുക്കും, നമുക്ക് യൂറിൻ എടുക്കും, കഫ് എടുക്കും, അങ്ങനെയൊക്കെ എടുത്ത് അവരെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അത് കൊണ്ടുപോകും അല്ലെ. നമ്മളെപ്പോഴും നിത്യേന കാണുന്ന സംഭവമാണ്. അപ്പൊ അത് എടുക്കുമ്പോഴും അത് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും എപ്പോഴും അവിടെയൊക്കെ ചെറുതായിട്ടെങ്കിലും ചിലപ്പോഴൊക്കെ ലീക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അതെന്താ പറയുക, ദീസ് ടെസ്റ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് കെമിക്കൽസ്. ഈ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ മിക്ക കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കെമിക്കൽസും യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ റിയാക്ഷനും അതിന്റെ ഒരു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിയാക്ഷനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലബോറട്ടറി ടെസ്റ്റിങ്ങില് ഈ ലീക്ക് ഔട്ടിന് സാധ്യതയുണ്ട്, മെഡിക്കൽ പ്രൊസീജിയറിന് സാധ്യതയുണ്ട്, ലബോറട്ടറി ടെസ്റ്റിങ്ങിനും ഈ ലീക്ക് ഔട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ. പേഷ്യന്റിന്റെ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ വെൽ ക്ലീൻ ആയിരിക്കണം. മിക്കവാറും ഹോസ്പിറ്റലിൽ ക്ലീനിന് ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഒരു ബെഡ് പേഷ്യന്റ് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബെഡില് ആയിരിക്കും ബെഡ് ബാൻ ഒക്കെ വെച്ചിട്ടായിരിക്കും യൂറിനൊക്കെ കളക്ട് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അവര് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മുറിവുകളെല്ലാം എല്ലാ പേഷ്യൻസിനും ഒരേ ഇതായിരിക്കില്ല അല്ലെ, വ്യത്യസ്ത പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ വ്യത്യസ്ത പേഷ്യൻസിന് വ്യത്യസ്ത വേസ്റ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തെങ്കിലും അങ്ങനത്തെ രീതിയിൽ ലീക്ക് ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നോക്കാം, ഇൻ ദ കോഴ്സ് ഓഫ് എ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് such as changing bed lines, clearing bed bands or helping with the personal clean lines, there is a risk of leakage body fluids and other materials. അങ്ങനെ ആ വ്യക്തിയെ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥ വരും അല്ലെ. അങ്ങനെയുള്ള അവസ്ഥയുടെ സമയത്തും ഈ വേസ്റ്റ് ലീക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് വേസ്റ്റ് ലീക്ക് ഔട്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണുക്കൾ ഏതെങ്കിലും രീതിയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഇനി ഇതേമാതിരി തന്നെ പറയുകയാണ്, എന്തെങ്കിലും ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് എന്താണ്, മുറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അത് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഒന്ന് ക്ലീൻ ചെയ്ത് കൈകാര്യം ചെയ്തറിയുമ്പോൾ അതൊന്ന് ഡ്രസ്സിന്റെ നിലവിലുള്ള ഡ്രസ്സിംഗ് കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ഡിസ്പോസ് ചെയ്യാനൊക്കെ അവസ്ഥ വരും ഇല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എന്താണ് ഈ വേസ്റ്റ്, ഈ ഒരു വേസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോഴും ഈ എന്താ പറയുക ഈ അണുക്കള് വരാനായിട്ട് സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ്. അപ്പൊ എന്തെങ്കിലും ഷാർപ്പണമായിട്ടുള്ള വെപ്പൺസ് ഉപയോഗിച്ച് അല്ലെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവരൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്, അങ്ങനെ അതായത് അഴുക്ക് നിറഞ്ഞ ഡ്രസ്സിങ്ങുകളൊക്കെ മലിനമായ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മലിനമായ ഡ്രസ്സിങ്സ് ഒക്കെ വരുമ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മറ്റേതെങ്കിലും രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ മെഡിക്കൽ വേസ്റ്റ്, അങ്ങനെ ആ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ ഇംപ്രോപ്പർ ആയിട്ട് ഹാൻഡ്ലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും വേസ്റ്റ് വരാനായിട്ട് ഈ ലീക്കേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്.
നമുക്കറിയാം ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ചില ട്രീറ്റ്മെന്റിനെല്ലാം നിങ്ങൾക്ക് ഇപ്പോ ഇതിലിപ്പോ നഴ്സുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതില് ചില എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റിപ്പയർ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. എക്സാമ്പിൾ പറഞ്ഞ സക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാം അല്ലെ, വലിച്ചെടുക്കുന്ന ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും വലിച്ചെടുക്കുന്ന ഇപ്പോ എന്താ പറയാ, നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കഫൊക്കെ വലിച്ചെടുക്കും അല്ലെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് മിക്കപ്പോഴും അതൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ കേടാവാനൊക്കെ സാധ്യതയുണ്ട്. ബ്ലഡ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചില എക്യുപ്മെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും അത് കംപ്ലൈന്റ് ആയിരിക്കും. അത് റിപ്പയർ ചെയ്യുമ്പോഴും ഈ സംഭവം ലീക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. അത് ചിലപ്പോൾ റെഗുലർ ആയിട്ട് അതിന്റെ മെയിൻ്റെനൻസും റിപ്പയറിങ്ങും ആവശ്യമാവാം. Thus, use of dangerous materials in these activities can cause leakage. ഇങ്ങനെ വരുമ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം ചെറിയതായിട്ട് ലീക്കേജ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. നെക്സ്റ്റ്, സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് മെഡിക്കൽ വേസ്റ്റ്, നമ്മളിപ്പോ കുറെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചു അല്ലെ, അതൊക്കെ ചിലപ്പോൾ കണ്ടെയ്നറിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പൊട്ടിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലായിരിക്കും നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ദെൻ ലബോറട്ടറി സാമ്പിൾസ് അതൊക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും അല്ലെ. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് മെഡിക്കൽ വേസ്റ്റ്, ഈ മെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദെൻ ലബോറട്ടറി സാമ്പിൾസ്, നമ്മൾ ലബോറട്ടറിയിലേക്ക് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് വിത്ത് ദ ഹോസ്പിറ്റൽ ഓർ ടു ആൻ ഓഫ് സൈറ്റ് ഫെസിലിറ്റി ദർ ഇസ് റിസ്ക് ഓഫ് ലീക്കേജ്. ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മുടെ വേസ്റ്റ് എവിടെ ഒന്നില്ലെങ്കിൽ എടുത്ത് മറ്റൊരിടത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് ട്രാൻസ്ഫർ ഇത് നടക്കുന്നുണ്ടല്ലോ, എവിടേക്കെങ്കിലും ഒരു ഷിഫ്റ്റിങ് ചിലപ്പോൾ മിക്കവാറും നടക്കും. അങ്ങനെ വരുന്ന ആ ഒരു സന്ദർഭങ്ങളിലും എന്താണ് ഈ വേസ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് നോക്കി ഈ ഇത്തരം പോയിന്റ്സ്, സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ, എന്തൊക്കെ രീതിയിൽ ലീക്കേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംഭവങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? എന്റെ ക്ലാസ് എങ്ങനെ ഇത്തരം പോയിന്റ്സ് ക്ലിയർ ആയോ? നോ, സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കങ്ങനെ ക്ലിയർ ആണ്. ഓക്കെ, ശരി. നിങ്ങൾ ബോറായിട്ടൊന്നും ഇരിക്കരുത്, അത് കുറെ ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേന്നുള്ള ഒരു ചിന്തയില്. ഓക്കെ എന്നാ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നമുക്ക് എന്തായാലും ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണോ, ഹോസ്പിറ്റലില് ഒരു വേസ്റ്റ് വരുന്നത് നമ്മൾ അതിന്റെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഇത് എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇതെങ്ങനെയാണ് ലീക്ക് ഔട്ട് ഇങ്ങനെ വന്ന് പ്രത്യേക സ്ഥലങ്ങൾ എടുത്തു പറയുന്നത് ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ വേസ്റ്റ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്പില്ലേജ് വേസ്റ്റിന്റെ ടൈപ്പുകൾ ഏതൊക്കെ ഇതാണെന്ന് നോക്കാം. അതായത് സ്പില്ലേജ് വേസ്റ്റ് മൊത്തത്തിൽ നമ്മളിപ്പോ പറയുകയാണല്ലോ എവിടെയൊക്കെ ഉണ്ടാവുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സ്പില്ലേജ് വേസ്റ്റ് കൂടുതലായിട്ടും ഇതിൽ നിന്നൊക്കെ വരാം, അതായത് എന്തെങ്കിലും നിന്നൊക്കെ ഈ അണുക്കൾ സ്പ്രെഡ് ചെയ്യാൻ വരാം എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് പറയുന്നത്. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഈച്ച് ടൈപ്സ് നീഡ്സ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകളാണ് വരുന്നത് അല്ലെ, ലീക്കേജുകളാണ് വരുന്നത്. അങ്ങനെ ഓക്കെ മഴയൊക്കെ ആയിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലാസ് കേട്ടാൽ മതിയോ? എന്തായാലും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലാസ് കേട്ടാൽ മതി. പറഞ്ഞ മഴ ഇറിറ്റേഷൻ ചിലപ്പോൾ വോയിസ് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പൊ എപ്പോഴെങ്കിലും ക്ലാസ് കേട്ടാൽ മതിയാവും. ദെൻ ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഈച്ച് ടൈപ്പ് നീഡ്സ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏത് ടൈപ്പ് ആണോ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത് അപ്പൊ ഓരോ തരത്തിലേക്ക് നമ്മളെ അത് എത്തിക്കുകയാണ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, അത്
അതായത് ഈ വേസ്റ്റ് വരുന്നത് ബ്ലഡിൽ നിന്നാവാം, ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നാവാം. നെക്സ്റ്റ് കെമിക്കൽസ് വഴിയിട്ടായിട്ടുള്ള വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഷാർപ്സ്, അതായത് എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കൾ വഴിയിട്ട് നമുക്ക് ഈ വേസ്റ്റ് വരാം. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, നമുക്കറിയാം റേഡിയേഷൻ ഒക്കെ നടത്തുന്ന മെറ്റീരിയൽസ് ഒക്കെ ഡിഫറെന്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേസ്റ്റേജ് വരാം. ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അതായത് ഓർഗാനിക് മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ റിസർച്ച് ഒക്കെ നടത്താനായിട്ട് വേണ്ടിയിട്ട് നമ്മള് ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിലൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കും അല്ലേ. നമ്മളിങ്ങനെ വൈറസും ബാക്ടീരിയസിനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ വളരെ കഷ്ടപ്പെട്ടൊക്കെ അതിനെ തരംതിരിച്ച് സൂക്ഷിച്ച് അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ പഠിക്കും എന്തിനു വേണ്ടിയിട്ട്, റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് അത് കൈകാര്യം ചെയ്യും. അപ്പൊ അത്തരത്തിലൊക്കെ രീതിയിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോഴും ഈ വേസ്റ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ തരംതിരിച്ച് വെക്കുകയാണ് എന്ത് ഈ വേസ്റ്റുകള് എന്തിൽ നിന്നൊക്കെ വരുന്നതാണ്. നേരത്തെ നമ്മൾ എവിടേക്ക് വേസ്റ്റുകൾ വരുന്നതാണ് കാണുന്നത്. ഇവിടെ എന്തിൽ നിന്നൊക്കെ വരാം, ബ്ലഡ് അല്ലെങ്കിൽ കെമിക്കലിൽ നിന്ന്, ഷാർപ്സ് ഉപയോഗിക്കുമ്പോഴും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൽ നിന്ന്, പിന്നെ എന്താണ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ഒക്കെ അങ്ങനെ കൈകാര്യം ചെയ്തു വരുന്നതാണ് പറഞ്ഞത്. അടുത്തെന്ന് പറയുന്നത് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. Other dangerous materials എന്ന് വെച്ച് കഴിഞ്ഞാൽ hospital may utilize other dangerous materials such as mercury and lead used in medical equipment and supplies. നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ എക്സാമ്പിൾസ് ആയത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ടെമ്പറേച്ചർ, അപ്പൊ ടെമ്പറേച്ചർ ഒക്കെ ആക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മെഷീൻസ് എക്യുപ്മെന്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ലെഡ്, ഇതെല്ലാം എന്താണ്, ഇതിൽ നിന്നെല്ലാം എന്താണ് നമുക്ക് വേസ്റ്റ് വരാം. അതായത് രോഗാണുക്കളെ വിളിക്കുന്ന വേസ്റ്റേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇതും നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ടൈപ്സ് ഓഫ് സ്പൈലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഓരോരോ തരം തിരിച്ച് നമുക്ക് കാണിച്ചു മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാനൊന്ന് എടുത്തോട്ടെ, ഈ സ്റ്റെപ്സും കൂടി ഒന്ന് എടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? സ്റ്റെപ്പും കൂടി എടുക്കണമെന്ന് എനിക്ക് ഇന്ന് ഉണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നും സെപ്പറേറ്റ് പഠിക്കുകയാണ്. ബ്ലഡുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഒന്നിച്ച് ഓരോ വിഭാഗങ്ങളായിട്ട് മെർക്കുറിയുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഇത് സ്പൈലേജ് വേസ്റ്റുകളാണ്. അതിങ്ങനെ ഒന്നിച്ച് ആദ്യം തന്നെ ഒരു ഇൻട്രോ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ട് നിർത്താം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതിനിടയ്ക്ക്. നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഇതിന്റെ ആ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവണമെന്ന് നമ്മൾ ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞു അല്ലെ. നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന മാതിരിയല്ല എന്ത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലും ചില ഫാക്ടറികളിലൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ പക്കയായിരിക്കും അല്ലെ. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് റണ്ണിങ് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ എന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് as it can have a serious after effect if not managed properly. അതായത് ഇത് നല്ല കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് വരും, വളരെ വലിയ ഒരു പ്രത്യാഘാതം വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. നേരത്തെ നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് രോഗങ്ങൾ വരാം, എൻവയോൺമെന്റിന് വരെ എൻവയോൺമെന്റ് വരെ അത് ദുഷ്കരമായിട്ട് ബാധിക്കാം. മൊത്തത്തില് അതൊരു ഡേഞ്ചറസ് അല്ലെ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താ സമരങ്ങൾ വരെ നടത്തും. അതിൽ നിന്നും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഇതാണ്, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത്ര രോഗങ്ങളൊക്കെ വരും എന്നൊക്കെ ചില ഫാക്ടറികളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോ അത്തരത്തിലുള്ള ഒരു സംഭവം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലും ഈ ഇത്തരം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അത് സ്റ്റെപ്പ് വഴിയായിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. നോക്കാം. To manage leakage waste in hospitals, the following steps can be followed. അതായത് താഴെ പറയുന്ന സ്റ്റെപ്പുകൾ വഴിയാണ് അത് മാനേജ് ചെയ്യുന്നത്. Have a leakage response plan in place. ആദ്യം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഏത് പ്ലേസിൽ എന്ത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, എവിടെയൊക്കെ വരാം അല്ലെ, ലീക്കേജുകൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ വരാൻ വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് എന്തൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ള ഒരു പ്ലാൻ അവർക്ക് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഇൻ പ്ലേസ് ഫോർ റെസ്പോണ്ടിങ് ടു ലീക്കേജ് വിച്ച് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്,
evaluate the risk and carry out active measure to contain and clean up the leakage. അതായത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കൂട്ടി കാണും. ഈവൻ ഇൻ കേസ് അത് വന്നാലോ, അത് വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അത് അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ക്യാരി ഔട്ട് ബൈ മെഷേഴ്സ്, എന്തൊക്കെ രീതിയിലാണ് അത് റിമൂവ് ചെയ്യാൻ, ക്ലീൻ ചെയ്യാനായിട്ട് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും, എന്തോരം അത് സ്പ്രെഡ് ആയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മെഷർമെന്റ്, അതായത് അളവുകളെല്ലാം എടുക്കണം. ദെൻ ക്ലീൻ അപ്പ് ദ ലീക്കേജ്, ആ ലീക്കേജ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ്, പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ എന്തൊക്കെ മെഷർ ഒക്കെ ചെയ്യണം, ഇത്രത്തോളൊക്കെ ഉണ്ട്. ഇനി പറയുകയാണ് അടുത്തതായിട്ട്, ഇത് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത രീതിയിലാണ് ലീക്കേജ് വരാമെന്ന് നമ്മൾ പറയുന്നത്. അതായത് ചിലപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള സ്പ്രെഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണം കുഞ്ഞു കുഞ്ഞു എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ ആവശ്യം, അതിനുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ് ആണ് അവിടെ ആവശ്യം. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് അവിടെ അവർക്ക് കൊടുക്കേണ്ടത്. അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. ഏതാണോ അവിടെ എന്താണ് വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട അതിനെ അബ്സോർവ് ചെയ്യുന്ന, അതായത് അതിനെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ, ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ആ പാഡ് വഴി അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഗ്ലൗസ് വേണം, ഗൗൺസ് വേണം, മാസ്ക് വേണം, അവിടേക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. അതായത് ഇതെല്ലാം ഇത്തരം ലീക്കേജുകളെല്ലാം ക്യാരി ഓൺ ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോ കൃത്യമായ നോളജ് ഉള്ളവർക്ക്, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം. ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഓൺ ഹൗ ടു റെസ്പോണ്ട് ടു ലീക്കേജ്. മിക്കവാറും ഹോസ്പിറ്റലിൽ എല്ലാ വ്യക്തികൾക്കും ഒരു അവയർനെസ് കൊടുത്തിരിക്കണം. ഇങ്ങനെ ഇന്ന പ്രോബ്ലംസ് ഉണ്ടായ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ് മൊത്തത്തിലേക്ക് കൊടുത്തിരിക്കണം. ആൻഡ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, എങ്ങനെയാണ് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതെന്നും, സെപ്പറേറ്റ് ചില പേഴ്സൺസിനാണ് അത് കൈകാര്യം ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് എല്ലാം കൊടുത്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതായത് ലീക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന് ആവശ്യമായിട്ടുള്ള, അല്ലെ, നമുക്ക് ഒരിക്കലും അത് തടഞ്ഞ് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ എല്ലാവരും എടുക്കണം, അത് സ്റ്റോപ്പ് ചെയ്യണം. ദെൻ മുൻകരുതൽ എടുക്കണം ഇനിയും അത് ഉണ്ടാവാതിരിക്കാനായിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതില് മെറ്റീരിയൽസ് കൊടുത്തിരിക്കണം. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു പ്രോസസ് ഇൻ വിച്ച് സ്പില്ലേജ് ഓർ ലീക്കേജ് ഓഫ് എ ലിക്വിഡ് or other dangerous materials is kept within blockade. That means spill containment actually stopping and preventing spill from spreading. അതായത് ചിലപ്പോൾ നമുക്ക് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് വലിച്ചെടുക്കാൻ പറ്റുന്നത്, ചിലപ്പോൾ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പൊടിയിട്ടൊക്കെ ആയിരിക്കും അവരതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ചിലപ്പോൾ കഴുകിക്കളയാം, ചിലപ്പോ എന്താണ് വായുവുമായി ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇവിടെ നിന്നും റിമൂവ് ചെയ്ത് പോകുന്ന രീതിയിൽ ജെല്ലൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിനെ ക്ലിയർ ഔട്ട് ചെയ്യും, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം അവര് അത് ഇനി വരാതിരിക്കാനും സ്റ്റോപ്പ് ചെയ്യണം, തന്നെ ഇനിയും വരാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. നെക്സ്റ്റ്, ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. എപ്പോഴും ഈ വേസ്റ്റേജ് എന്തായിരിക്കണം, പ്രോപ്പർ മാനറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. എപ്പോഴും ഈ നമുക്കറിയാം ചില സ്ഥലങ്ങളിലെല്ലാം ഇത് വേസ്റ്റ് തള്ളാനായിട്ടുള്ള ഒരു നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അല്ലെ? അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇവിടെ തള്ളാൻ പറ്റില്ല, ഇവിടെ അന്തരീക്ഷം വെള്ളമാകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഓരോ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും സമരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത്, ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പോളിസിയും നയങ്ങളും ഒക്കെ വ്യക്തമായിട്ട് നയങ്ങളിലൊക്കെ അത് ഉണ്ടായിരിക്കണം, അല്ലെ? ഇവിടുത്തെ വേസ്റ്റുകളെല്ലാം എന്ത് ചെയ്യണം എന്നല്ല എല്ലാം കൃത്യമായിട്ട് ഒരു നയങ്ങളെല്ലാം അവിടെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ മാത്രമേ ഈ ലീക്കേജുകളെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഈ ഇത്തരം സ്റ്റെപ്സുകളാണ് അവര് എടുക്കേണ്ടത്, ഹോസ്പിറ്റലില് മാനേജ്മെന്റ് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊന്ന് എടുത്തു നോക്കിയത്.
പെട്ടെന്ന് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആ ഒരു ടോപ്പിക് ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കാന്ന് ഓർത്തിട്ട് ഒരു 4ാമത്തെ പോയിന്റ് ചോദിക്കുന്നുണ്ട്. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് വെളിപ്പെടുത്തി തരുന്നത് ടു പ്രോസസ് ഇൻ വിച്ച് സ്പില്ലേജ്, ഏതാണ് സ്പില്ലേജ് വന്നിരിക്കുന്നത്, ഓർ ലീക്കേജ് ഓഫ് ലിക്വിഡ്, ഒരു ലിക്വിഡ് ആണോ, ഓർ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആണോ പോയിരിക്കുന്നത്, ഈസ് കെപ്റ്റ് വിത്ത് എ ബ്ലോക്ക് ആണ്. അത് എന്തായാലും അത് ലീക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ച് അത് നമ്മൾ ഇത് ചെയ്യണം അല്ലെ, നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതപ്പോ അതിനനുസരിച്ചുള്ള എന്താ പറയണ കണ്ടെയ്നറിൽ സൂക്ഷിക്കേണ്ടതാണെങ്കിൽ അത്, അല്ലെങ്കിൽ വലിയ ഗാർബേജ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ദാറ്റ് മീൻസ് അതെന്താന്ന് ഒന്നും കൂടി പറയാണ്. സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ആൻഡ് പ്രിവെന്റിങ് സ്പിൽ ഫ്രം സ്പ്രെഡിങ്. കൂടുതൽ സ്പ്രെഡ് ചെയ്യാതെ മുൻകരുതൽ എടുക്കുകയും ഈ നിലവിലുള്ള ആ വേസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുമുള്ള എന്തെങ്കിലും മെറ്റീരിയൽസോ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ എന്തെങ്കിലും സ്റ്റെപ്സോ ആണ് അവരെടുക്കേണ്ടിയിരിക്കുന്നത് എന്നതാണ്. കേണോ? 4ാമത്തെ പോയിന്റ് ഓക്കെ ആയോ? ഓക്കെ. ഇനി എന്തെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? കൂടിപ്പോയി എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് അല്ലെ, സ്പീഡിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അടുത്ത ടൈം കൂടി കുറച്ച് പോവാം. ഒന്ന് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ടേ? നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ഈ പോയിന്റ്സിലേക്ക് പതിയെ കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്താണെന്നുള്ള ഒരു ഐഡിയ മനസ്സിലായി അല്ലെ? അതിങ്ങനെ എന്തൊക്കെയാണ് സ്പില്ലേജ് വേസ്റ്റ്, എന്താണ് അതെന്തൊക്കെ സാധ്യത കൊണ്ട് വരാം, അതെന്താണ് ഇത്രയും കാര്യമായിട്ട്, എന്താണ് അത് ഇത്രയും കാര്യമായിട്ട് എടുക്കുന്നതിന്റെ കാരണം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അപ്പോ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാ, ഭയങ്കര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ എങ്ങനെ മനസ്സിലായോ ചാപ്റ്റർ എടുത്തോടത്തോളം വരെ? ഞാൻ അത് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് പറയാട്ടോ എന്തെങ്കിലുമൊക്കെയാ. അത്യാവശ്യം മനസ്സിലായോ ഇത്? ഹലോ, ആർക്കാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാട്ടോ. ഞാൻ എല്ലാവർക്കും ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എന്തെങ്കിലും നോട്ട്സ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോട്ട്സ് എന്ന് പറയുന്നത് PDF ഈ നോട്ടാണ് ഉള്ളത്. നിങ്ങൾ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും മനസ്സിലാകുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്ത് പോകുക എന്നുള്ളതാണ് നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ. എന്തെങ്കിലും വേണമെങ്കിൽ ലെക്ചർ നോട്ട് നമ്മൾ എടുക്കുന്നതിന്റെ ഒപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കുന്നതിനൊപ്പം നിങ്ങൾ ലെക്ചർ നോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകാരിച്ചെടുക്കുക. നിങ്ങൾ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി പോവുക. അല്ലെങ്കിൽ PDF-ന്റെ മുകളിൽ തന്നെ നിങ്ങൾ അതൊന്ന് ക്യാച്ച് ചെയ്ത് പോവാ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാ പറയാം, PDF-ന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ്, ഞാൻ ചിലപ്പോ കുഞ്ഞു എക്സാമ്പിൾ ഒക്കെ പറയാം. അപ്പൊ ചെറിയൊരു എക്സാമ്പിൾസ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക. സെപ്പറേറ്റ് നോട്ട് ഇനി ഇത് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി വേറൊരു നോട്ട് ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഡൗട്ടും ഇല്ല, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ആണോ? ഓക്കെ തന്നെയാണ് എല്ലാവരും. ഇതില് ഇങ്ങനെ എക്സാമിന് വരാൻ സാധ്യതയുള്ളത് അതൊന്ന് പോയിന്റ് ഔട്ട് പറഞ്ഞു. ഞാൻ പൊതുവെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് കൂടുതൽ പറയാറുണ്ട്. ഇൻ കേസ് അത് മാത്രമല്ല, മോക്ക് ടെസ്റ്റ് നമ്മൾ മിക്കവാറും എടുക്കുന്ന ഭാഗത്തുനിന്ന് അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടാണ് പോകാറ്. അപ്പോ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് തന്നെയാണ് പറയുന്നത്. എന്റെ പേര് സോണി എന്നല്ല, സോളി, SOLY. അപ്പോ നന്നായി മനസ്സിലാവുന്നുണ്ട്. സോണി എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പേര് സോളി എന്നാണ്, SOLY. ഓക്കെ, എന്നാ നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോ ഇപ്പൊ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു.